വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP. PHPയുടെ തേർഡ് മൊഡ്യൂളിലെ 4th ക്ലാസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്തതിനു ശേഷം ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഫാൾസ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് കൺട്രോൾ എക്സിക്യൂഷന്റെ കൺട്രോൾസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ഒന്ന് ഫസ്റ്റ് വൺ ഇഫ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് ഇഫ് എൽസ് ലാഡർ അല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, ദെൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഈ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഈ രണ്ട് പോർഷനും നമുക്ക് സബ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ്. അതായത് ഇഫ് ലൂപ്പുകൾ ഉപയോഗിക്കും, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതും ഒരു കണ്ടീഷനാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ അല്ലെങ്കിൽ ഫാൾസ് ആകുമ്പോൾ അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് കൺട്രോൾസ് ജമ്പ് ചെയ്യും. ഓക്കെ, നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെന്റ് ടു എക്സിക്യൂട്ട് സം കോഡ് ഓൺലി ഇഫ് എ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ, ആ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ജസ്റ്റ് ജമ്പ് ചെയ്യും. എങ്ങോട്ടാ, അതിന്റെ ആ ഇഫിന്റെ ബ്ലോക്കിലേക്ക്. ഓക്കെ, ഇഫ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്നും പറയാം, എക്സ്പ്രഷൻ കൊടുക്കാം. അപ്പൊ ഈ എക്സ്പ്രഷൻ കേസ് ട്രൂ ആണെങ്കിൽ നമുക്കറിയാം എക്സ്പ്രഷൻസ് എങ്ങനെ ട്രൂ ആണ് കേസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സോ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ, ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട് ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഒരു കോഡ് വർക്ക് ചെയ്യും. ഇഫ് ബ്ലോക്കിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളെങ്കിൽ, ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ അതിന് ഈ ബ്രാക്കറ്റ് നിർബന്ധമില്ല. ഓക്കെ, ഓപ്ഷനിലാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടെങ്കിൽ എന്ത് വേണം, ഈ ബ്രാക്കറ്റ് മസ്റ്റ് ആണ്. ഓക്കെ, പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം നോക്കാം. ഓക്കെ, ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെന്റ് y is equal to 13, ഒരു നമ്പർ കൊടുത്തു 13, എക്കോ y is equal to 13. നമുക്ക് പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് എക്കോ കൊടുത്തു. Then if y greater than 0 എന്ത് പ്രിന്റ് ചെയ്യും, ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. ഇപ്പൊ 13 ആയതുകൊണ്ട് പോസിറ്റീവ് നമ്പർ ആയിരിക്കും അല്ലെ, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ, അതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്ത് വരും. നോക്കാം, കോഡ് നോക്കാം. പ്രോഗ്രാം ഞാൻ റൺ ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ്, നമ്മൾ ഏത് ഫോൾഡർ ആണോ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇതുണ്ടോ, y equal 13 ആയിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു, ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ പ്രിന്റ് ചെയ്തു. 13 അല്ലെങ്കിലോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള കേസാ പറഞ്ഞത്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് വരും. ഇത് ട്രൂ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഫാൾസ് ആണെങ്കിൽ എങ്ങോട്ട് പോകണ ഏത് കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാം, ഫാൾസ് ആണെങ്കിൽ ഒന്നും പ്രിന്റ് ചെയ്ത് വരില്ല, കാരണം അതിന് ഫാൾസ് ആണ് കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, ഇവിടെ ഫാൾസ് കേസ് ഇവിടെ വരുന്നുണ്ട്. നോക്കാം. ടു എക്സിക്യൂട്ട് സം കോഡ് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ഇഫ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ, സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻസ് വർക്ക് ചെയ്യും, ഒരു എക്സിക്യൂട്ട് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് അനദർ കോഡ് ഇഫ് ദ കണ്ടീഷൻ ഈസ് നോട്ട് ട്രൂ. ദിസ് കണ്ടീഷൻ ഫാൾസ് ആണ് കേസിൽ വേറെ കുറച്ച് കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, ഇഫ് കണ്ടീഷൻ, അതായത് കണ്ടീഷനിലോട്ട് ഇവിടെ എക്സ്പ്രഷൻ കൊടുക്കാണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ഇഫ് കണ്ടീഷൻ, ഇഫ് എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ ട്രൂ ആകുമ്പോൾ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്, ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, ഇവിടെയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എൽസ് പാർട്ട്, ഇതാണ് കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ, ഇവിടെ എഴുതിയുള്ള കണ്ടീഷൻ ആ എക്സ്പ്രഷൻ ഫാൾസ് ആണ് കേസ്, എന്ത് ചെയ്യും, ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. നോക്കാം. ഓക്കെ, ഇവിടെ x is equal to 21, സോറി x is equal to 81, y equal to 21 അത് പ്രിന്റ് ചെയ്തു. y greater than x ആണോ, അല്ല അല്ലെ, ഫാൾസ് ആണ് ആ കേസ്. അപ്പൊ എന്ത് വരും, എന്താ പ്രിന്റ് ചെയ്ത് വരിക, ഈ ഒരു കേസ് പോവാം, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ഇത് വരും, ദ നമ്പർ x ഈസ് ലാർജ്. ഇത് കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ, ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ എന്ത് പ്രിന്റ് ചെയ്യും, ഇവിടെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞത് ട്രൂ ആകുമ്പോൾ കേസ്. ഇനി ഫാൾസ് ആണ് കേസ് ആണ്, അതാണ് പറഞ്ഞത് y ഗ്രേറ്റർ ദാൻ x എന്ന് പറഞ്ഞു. അത് ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഫാൾസ് ആണ്. ആ ഫാൾസ് ആകുമ്പോൾ എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ഈ എൽസ് പാർട്ട് അതായത് നമ്പർ x എന്ന് പറഞ്ഞാൽ 81 ഈസ് ലാർജ് പ്രിന്റ് ചെയ്യും. നോക്കാം, പ്രോഗ്രാം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇഫ് എൽസ് PHP, ഇഫ് എൽസ് PHP ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതുണ്ടോ, x equal to 81, y equal to 21. ഏതാ ലാർജ്, 81 അല്ലേ. ഇവിടെ കോഡ് പ്രകാരം ദ നമ്പർ 81 ഈസ് ലാർജ്. അത് എന്തുകൊണ്ടാണ് വന്നത്, y ഗ്രേറ്റർ ദാൻ x എന്നാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അത് ചെക്ക് ചെയ്തിരുന്നു, അപ്പൊ അത് ഫാൾസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് നമ്പർ 81 ഈസ് ലാർജ് പ്രിന്റ് ചെയ്തു. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഇഫ് എൽസ് ഇഫ് ലാഡർ, എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. അതായത് മൾട്ടിപ്ലൈ ആയിട്ട് ഒരു ഇഫിനുള്ളിൽ വേറൊരു എൽസ് ഇഫ് വരും, അതിനുള്ളിൽ വേറൊരു എൽസ് വരും, അങ്ങനെ ലാഡർ രൂപത്തിൽ വരും ഒരേപോലെ. അപ്പൊ അതിന്റെ ഉള്ളിൽ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ലാഡർ എന്ന് പറയാൻ കാരണം, ലാഡർ പോലെ. ദ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ഡിഫറെന്റ് കോഡ്സ് ഫോർ മോർ ദാൻ 2 കണ്ടീഷൻസ്. രണ്ടിൽ കൂടുതൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ വരുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യും, ഇതുപോലെ ലാഡർ യൂസ് ചെയ്യും. ഇഫിലൊരു കണ്ടീഷൻ കൊടുക്കും, അത് ഫാൾസ് ആകുമ്പോൾ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതും ഫാൾസ് ആകുമ്പോൾ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഒരു പക്ഷെ അതും ഫാൾസ് ആകുമ്പോൾ വേറൊരു കണ്ടീഷൻ, ആ രൂപത്തിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരും. അതുകൊണ്ട് ലാഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സിന്റാക്സ് ഓക്കെ. ഇഫ് എക്സ്പ്രഷൻ, അത് കണ്ടീഷൻ, ഇത് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇത് വർക്ക് ചെയ്യും, അതോടുകൂടെ ബാക്കിയുള്ള കണ്ടന്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല.
ഇത് ഫാൾസ് ആകുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യും, ഈ എൽസ് ഇഫ് വർക്ക് ചെയ്യും. അവിടെ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ വീണ്ടും താഴത്തോട്ട് എൻ്റർ ചെയ്ത് പോകും. ഓക്കെ അല്ലേ? ഇനി പ്രോഗ്രാം നോക്കാം. ഓക്കെ, ഇവിടെ പ്രോഗ്രാം നോക്കി. y is equal to -13. ഈ 13 എന്ന് പറഞ്ഞ ഒരു നമ്പർ പ്രിന്റ് ചെയ്യിച്ചു. ഇഫ് y ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ലല്ലോ, ഇത് ഫാൾസ് ആയില്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്യില്ല. പിന്നെ എവിടെ വരും, ഈ എൽസിൽ വരും. ഇവിടെ എന്റെ വീണ്ടും ചെക്ക് ചെയ്യാണ്, y ലെസ് ദാൻ 0 ആണോ? അതെ, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിന് കൂടെ എന്തായിരിക്കും, ഇതാണ് പ്രിന്റ് ചെയ്ത് വരിക. ഇനി സപ്പോസ് ഇവിടെ എൻ്റർ ചെയ്ത വാല്യൂ 0 ആയിരുന്നെങ്കിലോ, ലെസ് ദാൻ 0 അല്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും, ഇറ്റ് ഈസ് എ 0 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വരും. നമുക്ക് ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. else if ഡോട്ട് php 13 -13 ഈസ് എ നെഗറ്റീവ് നമ്പർ. അല്ല ഈ പ്രോഗ്രാമിൽ ഇതാണ് പ്രിന്റ് ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പർ കൊടുത്താൽ ഇതിവിടെ നെഗറ്റീവ് നമ്പർ പ്രിന്റ് ചെയ്ത് കിട്ടും. ലെസ് ദാൻ 0 അല്ലേ, ഞാൻ ഇവിടെ ഈക്വൽ ടു 0 കൊടുത്തു, y ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ കൊടുത്തതോടുകൂടി ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ല. പിന്നെ ലെസ് ദാൻ 0 ആണോ? അതുമല്ല. അപ്പൊ ഏത് വർക്ക് ചെയ്യും, ഈ ഒരു കൂടെ വർക്ക് ചെയ്യും. അപ്പൊ എൽസ് ഇഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നു. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു റൺ ചെയ്ത് else if ഡോട്ട് php കണ്ടോ, 0 കൊടുത്തപ്പോൾ എന്താ, ഇറ്റ് ഈസ് എ 0 എന്ന് പ്രിന്റ് ചെയ്തു. ഇനി കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറ്റ് ഈസ് എ 0 എന്ന് പറഞ്ഞ നമ്പർ ആയതുകൊണ്ട് എൽസ് പാർട്ട് ഈ രണ്ട് കേസും അല്ല, അതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് വർക്ക് ചെയ്തത്. ഓക്കെ അല്ലേ? അതുപോലെ എൽസ് ഇഫ് ലാഡർ എന്നാണ് കേസ്. നോക്കി, x is equal to 27, y equal to 77, then z is equal to 17 എന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു, 3 വാല്യൂസ്. then x ഗ്രേറ്റർ ദാൻ y ആണോ? x ഗ്രേറ്റർ ദാൻ y അല്ല അല്ലെ, ഫാൾസ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഈ ഒരു കേസ് വർക്ക് ചെയ്തു. വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ സെഡ് ആണോ? ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, എക്സ് ഈസ് ലാർജസ്റ്റ്. അല്ലെങ്കിലോ എക്സ് ഈസ് സെഡ് ഈസ് ലാർജസ്റ്റ്. ആ ഒരു കേസ് വർക്ക് ചെയ്യും. ഇനി ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഇവിടെ ഇഫ് കൊടുത്തല്ലോ, അതെ, ഈ ഒരു ഇഫും കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇന്നർ ഇഫ് ആണ്. ഈ ഒരു ഇന്നർ ഇഫിന്റെ എൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഇഫ് ഉണ്ട്, ഇതാണ് പുറത്തുള്ള ഔട്ടർ ഇഫ്. ഈ ഇഫിന്റെ എൽസ് പാർട്ടാണ് ഇവിടെ വരിക, എൽസ് ഇഫ്. കണ്ടോ, അവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ ചെക്ക് ചെയ്തു, ആണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യും. ഏതാ, y ഗ്രേറ്റർ ദാൻ z ആണോ ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഈസ് y. അല്ലെങ്കിൽ നെക്സ്റ്റ് കേസ് ഇത്, അതും അല്ലെങ്കിൽ ലാർജസ്റ്റ് ഈസ് z ആണ് പ്രിന്റ് ചെയ്യും. അപ്പൊ 3 നമ്പേഴ്സ് തന്നിട്ട് ആ 3 നമ്പർ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഏതാണ്, അല്ലെങ്കിൽ ലെസ് ദാൻ ഏതാണ് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ. ഗ്രേറ്റസ്റ്റ് നമ്പറും അതുപോലെ സ്മാളസ്റ്റ് നമ്പറും കാണാമല്ലോ, 3 നമ്പർ തന്നിട്ട് അതില്ല പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് കവർ ചെയ്യുക. ഓക്കെ അല്ലേ? റൺ ചെയ്തോ. else if ladder 27, 77, 17, largest is 77. ഇത് നമ്പർ നമുക്ക് മാറ്റാൻ പറ്റും. 77 ചേഞ്ച് ചെയ്ത് ഇവിടെ കൊടുത്തു നമ്പർ ഇട്ട് 170 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിന്റ് ചെയ്യും. നോക്കാം, നമ്മളിവിടെ 170 കൊടുത്തു, 170 കണ്ടോ, 170. ഇപ്പൊ ഇതാണല്ലോ ലാർജസ്റ്റ്. അപ്പൊ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കൂല്ലേ, എന്നിട്ട് ഇവിടെ എത്തും. നമ്മൾ നോക്കാം, റൺ ചെയ്ത് നോക്കാം. else if ladder ഡോട്ട് php കണ്ടോ, 170, സോ 170 is large. ഏത് നമ്പർ നമ്മൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഇവിടെ else if ladder ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, 3 നമ്പേഴ്സ് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഏത് കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാലും ലാർജസ്റ്റ് ഏതാണ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് സ്മോളസ്റ്റ് കാണാൻ വിചാരിക്കാം. എന്ത് ചെയ്യും, ഈ ഗ്രേറ്റർ ദാൻ ഒക്കെ എന്ത് ചെയ്യാം, ലെസ് ദാൻ ആക്കി മാറ്റിയാൽ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ കണ്ടില്ലേ. അതിനനുസരിച്ചുള്ള ടെക്സ്റ്റുകളും മാറ്റിയാൽ മതി. ലാർജസ്റ്റുള്ള ടെക്സ്റ്റ് സ്മോളസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് സ്വിച്ചിന്റെ സിന്റാക്സിന് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. The switch statement is used to perform different actions based on different conditions. Different actions, multiple actions ഉണ്ട്. അപ്പൊ തന്നെ ഡിഫറെന്റ് കണ്ടീഷൻ, ഓരോ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നതനുസരിച്ചും ഓരോ ആക്ഷൻസ് പെർഫോം ചെയ്യും. യൂസ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ടു സെലക്ട് വൺ ഓഫ് മെനി ബ്ലോക്ക് ടു കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടെങ്കിലും അറ്റ് എ ടൈം ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യും, എന്നിട്ട് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ ഈസ് കമ്പയർഡ് വിത്ത് ദ വാല്യൂ കേസ് സ്വിച്ച് ഈച്ച് കേസ് ഇൻ ദ സ്ട്രക്ചർ. സോ ഒരു എക്സ്പ്രഷനിൽ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ കമ്പയർ ചെയ്യും, ഓരോ കേസും വെച്ചിട്ട് കമ്പയർ ചെയ്യും. ഏത് കേസാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ കേസ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദർ ഈസ് എ മാച്ച് ഫൗണ്ട് ദ ബ്ലോക്ക് ഓഫ് കോഡ് അസോസിയേറ്റഡ് വിത്ത് കേസ് ഈസ് എക്സിക്യൂട്ടഡ്. മാച്ച് അതായത് കമ്പയർ ചെയ്യുമ്പോൾ അത് ഏതായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ആ മാച്ച് ചെയ്ത കേസ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. യൂസ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ടു പ്രിവെന്റ് ദ കോഡ് ഫോർ റണ്ണിങ് ഇൻ ടു ദ നെക്സ്റ്റ് കേസ് ഓട്ടോമാറ്റിക്കലി. ഓരോ കേസ് കഴിയുമ്പോഴും നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? സോ നെക്സ്റ്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ഓരോ കേസും എക്സിക്യൂട്ട് ചെയ്ത് പോകും. അതില്ലായിരിക്കാം, കാരണം മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടല്ലോ. അല്ല ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഒരു കേസിന് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഓരോ കേസ് കഴിയുമ്പോഴും കൊടുക്കുന്നത്. ഓക്കെ, ഇഫ് നോ കേസ് ഈസ് മാച്ച്ഡ് ദെൻ ദ ഡിഫോൾട്ട് കോഡ് എക്സിക്യൂട്ടഡ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. നമുക്ക് ആവശ്യമുള്ള ഒരു സിന്റാക്സ് പ്രകാരം വരുമ്പോൾ ലാസ്റ്റ് ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇത് ഓപ്ഷനല്ല, അവിടെ പറയാം ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷണൽ.
അതുകൊണ്ട് തന്നെ അത് ആ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തുള്ള ഏത് കേസുകളും ഏതെങ്കിലും ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ, കാരണം മുകളിൽ കൊടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ആ മാച്ച് ഫൗണ്ട് ചെയ്തില്ലെങ്കിൽ, മാച്ച് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഡീഫോൾട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് ഒക്കെ സ്വിച്ച് എൻ, ഇതൊരു എക്സ്പ്രഷൻ ആണ്, റീഡ് ചെയ്യണ കമ്പയർ ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടെ കിട്ടുക. ഈ ഒരു കേസാണ് കേസ് ലേബൽ 1, കേസ് ലേബൽ 2, കേസ് ലേബൽ 3, ഓരോ കേസ് എക്സെട്ര എക്സെട്ര പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ ഈ ലേബൽ 1 മാറ്റി ചെക്ക് ചെയ്ത് നോക്കും, n ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ദെൻ ലേബൽ 2 ചെക്ക് ചെയ്യും ഈക്വൽ ആണോ, ലേബൽ 3 ചെക്ക് ചെയ്യും ഈക്വൽ ആണോ. ഏത് കേസാണോ ഈക്വൽ ആയിട്ട് വരുന്നത്, കമ്പാരിസൺ മാച്ച് ചെയ്ത് വരുന്നത്, ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. കേട്ടോ, കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് n ഈസ് ഈക്വൽ ടു ലേബൽ, കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് n ഈക്വൽ ടു ലേബൽ 2. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും എക്സിക്യൂട്ട് ചെയ്ത് കിട്ടും ഏത് കോഡാണ്. ഇത് ഓരോ സ്റ്റേറ്റ്മെന്റ്, ഇത് കേസാണ്, കേസിലെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ആണ്. ഈ ബ്രേക്ക് കൊടുത്താൽ മാത്രമാണ് ഈ ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇത് നേരെ ഈ ഒരു ബ്രാക്കറ്റിന്റെ ബാക്കോട്ട് വരും. ഈ ഒരു കംപ്ലീറ്റ് ബ്ലോക്കിൽ നിന്നും എക്സിറ്റ് ആവും. അതാണ് ബ്രേക്ക് കൊടുക്കുന്നത്. ഞാൻ ബ്രേക്കിന്റെ സ്റ്റേറ്റിന് വരുന്നുണ്ട് പറയാം. ഓക്കെ, സോ ഈ ഒരു കേസ് മാച്ച് ചെയ്യുമ്പോൾ ഓരോ കേസും മാച്ച് ചെയ്തിട്ട് ഒരു കേസും മാച്ച് ആവുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് വർക്ക് ചെയ്യും, ഡീഫോൾട്ട് എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അതാ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് n ഈസ് ഡിഫറെന്റ് ഫ്രം ഓൾ ലേബൽസ്. ഒരു ലേബലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, മാച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് വർക്ക് ചെയ്യും. ഇത് ഡീഫോൾട്ട് ആണ്, സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ അല്ല, നമുക്ക് കമ്പൽസറി അല്ല എൻട്രി ചെയ്യുന്നത്. അഥവാ ഇത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സിന്റാക്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. സിന്റാക്സ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഓപ്പൺ ചെയ്തു ലാസ്റ്റ് ക്ലോസ് ചെയ്തു. ഈ ബ്രാക്കറ്റിൽ ഓരോ കേസും അതിന് കഴിഞ്ഞിട്ട് ലാബിൽ കഴിഞ്ഞിട്ട് കോളൻ മസ്റ്റാണ്, സെമി കോളൻ അല്ല കോളൻ. ദെൻ അതിന്റെ അകത്ത് ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ സെമി കോളൻ മസ്റ്റാണ്. ദെൻ ബ്രേക്ക് ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് വേണം, അതും സെമി കോളൻ സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ കോളൻ ഓരോ ലാബിൽ കഴിയുമ്പോൾ കോളൻ വേണം, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇവിടെ ഒരു എക്സ്പ്രഷൻ റീഡ് ചെയ്തതിനു ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ലാസ്റ്റ് ഡീഫോൾട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ കോളൻ ആണ്, സെമി കോളൻ അല്ല കോളൻ. അതിനുശേഷം ഒരു ടെക്സ്റ്റ്, ഈ ഒരു ടെക്സ്റ്റും സെമി കോളൻ ആണ്. ഈ ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഈ ബ്ലോക്കിനകത്ത് തന്നെ എഴുതേണ്ടത്. കണ്ടോ, ഈ ഒരു ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തില്ലേ കർലി ബ്രേസ്, ഈ കർലി ബ്രേസിനകത്താണ് ഡീഫോൾട്ട് എഴുതേണ്ടത്, പുറത്തല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് സിന്റാക്സ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഓക്കെ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ സ്റ്റുഡന്റിന്റെ ഗ്രേഡ് റീഡ് ചെയ്യണം, ഗ്രേഡ് മാർക്ക് അനുസരിച്ചുള്ള ഗ്രേഡ് റീഡ് ചെയ്യാം. ഗ്രേഡ് ആണ് സി എന്നുള്ള ലെറ്റർ ആണ് ഇപ്പൊ റീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എ ബി സി ഡി എന്നുള്ള ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എഫ് വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡീഫോൾട്ട്. അപ്പൊ എഫ് കിട്ടിയാൽ ഫെയിൽഡ് ആണ്, ഡി ഗ്രേഡ് ആണെങ്കിൽ നോട്ട് സോ ഗുഡ്, സി ആണെങ്കിൽ ഗുഡ്, ദെൻ അതിന്റെ മുകളിൽ ബി ആവുമ്പോൾ വെരി ഗുഡ്, ദെൻ എക്സലന്റ് ആണ് എ കിട്ടി കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ഇപ്പൊ എഴുതിയുള്ള എൻ്റർ ചെയ്തത് സി ആണ്. അപ്പൊ സി ആണ് എൻ്റർ ചെയ്താൽ സി ഗ്രേഡ് കിട്ടും. സി ഗ്രേഡ് കിട്ടി എന്താ പ്രിന്റ് ചെയ്യണം, ഗുഡ് എന്ന് പ്രിന്റ് ചെയ്ത് വരും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഗുഡ്, ജസ്റ്റ് ഗുഡ് മാത്രം. വളരെ സിമ്പിൾ ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. കാരണം വളരെ വളരെ പെട്ടെന്ന് എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. ഇത് കുറെ നമുക്ക് അട്രാക്ട് ചെയ്ത് ഇതിവിടെ എഴുതി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രേഡ് സി എന്നൊക്കെ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ആ ഒരു വേർഡ് മാത്രം പ്രിന്റ് ചെയ്ത് സിമ്പിൾ പ്രോഗ്രാം ആക്കി എഴുതിയിട്ടുള്ളതാണ്. ഫസ്റ്റ് കേസ് ഒക്കെ എക്സലന്റ്, അതേ കൂടാണ് ഇവിടെ വെരി ഗുഡ്, കണ്ടോ ഗുഡ്, ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് എക്സാമിനൊക്കെ എഴുതാൻ പറ്റുന്ന കോഡുകളാണ്. ഓക്കെ, ഗ്രേഡ് സി, ഈ സി നമുക്ക് മാറ്റാം. നമുക്ക് ഇവിടെ എ കൊടുക്കാം, എക്സലന്റ് ആയിക്കോട്ടെ. റൺ ചെയ്ത് നോക്കാം, എന്താ പ്രിന്റ് ചെയ്ത് വരിക, അപ്പോ എക്സലന്റ് എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും അല്ലെ. സ്വിച്ച് ഡോട്ട് PHP കണ്ടോ, എക്സലന്റ് എന്ന് വന്നു. ഓക്കെ അല്ലെ. ഞാനിവിടെ എക്ക് പകരം ഒരു പി കൊടുത്തു. പി എന്ന് പറഞ്ഞ ലെറ്റർ ഇല്ലല്ലോ, ABCDEF വരുള്ളൂ. പി എന്ന കണ്ടന്റ് ഇല്ല. അപ്പൊ മാച്ച് ചെയ്യുമ്പോൾ മിസ് മാച്ച് ആവും. മിസ് മാച്ച് അത് എന്ത് വർക്ക് ചെയ്യും, ഈ ഡീഫോൾട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കേട്ടോ, അൺനോൺ ഗ്രേഡ് എന്നാണ് വന്നത്, അങ്ങനെ ഗ്രേഡ് ഇല്ല, പി എന്നാ കൊടുത്ത്. അപ്പൊ അങ്ങനെ ഗ്രേഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്തു. ഓക്കെ അല്ലെ. Then break and continue. The break statement will break from the block and continue creating break and continue. The break statement will break from the block and continue executing the code that follows after the loop. അപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക, അതിന്റെ അടുക്കിലാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞത്. സോ അങ്ങനെ ഒരു ബ്ലോക്കിലാണ് ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ കറണ്ട് ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് ശേഷമുള്ള പ്രോഗ്രാംസ് എല്ലാം കോഡുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് പോകും. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വിൽ ബ്രേക്ക് ഫ്രം ബ്ലോക്ക് ആൻഡ് കണ്ടിന്യൂ. കറണ്ട് ബ്ലോക്ക് ഏതാണോ ആ ബ്ലോക്കിൽ നിന്ന് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂ എക്സിക്യൂഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ദ കോഡ് ദാറ്റ് ഫോളോസ് ആഫ്റ്റർ ദ ലൂപ്പ് അല്ലെങ്കിൽ ബ്ലോക്ക്. ലൂപ്പ് എന്ന് പറഞ്ഞാലും ഒരു ബ്ലോക്കിനകത്താണ് ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലൂപ്പിനകത്തുനിന്ന് എക്സിറ്റ് ആവും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കിയുള്ള കോഡുകൾ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റ്സ് എക്സിക്യൂഷൻ. കറന്റ് എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യും ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ കറന്റ് ഐട്രേഷൻ. ഐട്രേഷൻ എവിടെ വരിക, ലൂപ്പിലാണ് വരിക അല്ലെ. അപ്പൊ ലൂപ്പിനകത്താണ് എന്ത് യൂസ് ചെയ്യുക,
ഈ ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം ഫോർ ദ കറന്റ് ലൂപ്പ്. ഇപ്പൊ റൺ ചെയ്യുന്ന കറന്റ് ലൂപ്പിലെ ഐട്രേഷൻ ഏതാണോ ആ ഐട്രേഷൻ ടെർമിനേറ്റ് ചെയ്യും. ആൻഡ് കണ്ടിന്യൂസ് എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ് വിത്ത് ദ നെക്സ്റ്റ് ഐട്രേഷൻ. കറന്റ് ഐട്രേഷൻ i is equal to 7 ആണ് ഇപ്പൊ റണ്ണിന് വിചാരിക്കുക. അപ്പൊ ആ 7ന്റെ ബാക്കിയുള്ള പ്രോഗ്രാംസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് i is equal to 8 ആയതിനു ശേഷം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കറന്റ് ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും, അതിനുശേഷം നെക്സ്റ്റ് ഐട്രേഷൻ ഓൺവേർഡ്സ് വീണ്ടും അതേ ലൂപ്പിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ കണ്ടിന്യൂ സാധാരണ ഉപയോഗിക്കുക എവിടെയാണ്? ലൂപ്പിംഗിലാണ് ഉപയോഗിക്കുക, ലൂപ്പ് സ്റ്റേറ്റ്മെന്റിലാണ് ഉപയോഗിക്കുള്ളൂ. ബ്ലോക്ക് ഈ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം, എവിടെയും ഉപയോഗിക്കാം. ഒരു ബ്ലോക്കിനകത്താണ് എന്ത് ഉപയോഗിക്കാം? ബ്രേക്ക് എന്ന സ്റ്റേറ്റിന് ഉപയോഗിക്കാം. ഇത് രണ്ട് പ്രോഗ്രാംസും ഞാൻ ലൂപ്പും കൂടെ പറഞ്ഞ ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇഫ് എൽസ് ലാഡർ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, ദെൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ടോപ്പിക്കുമായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.